നിന്റെയൊക്കെ നെഞ്ചത്തല്ലല്ലോ ആ കല്ലിങ്ങനെ അടുക്കി 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 പില്ലറുകളായിട്ട് മാറുന്നത്. ഞാനിപ്പോ ഇത്തരം ഏർപ്പാടുകൾ കുറച്ചൊന്ന് കുറച്ചു വെച്ചേക്കുക. ഞാനൊരു സംഘടന പോലീസുകാരെല്ലാം മോശക്കാരല്ല, നല്ല പോലീസുകാരെ 14 ദിവസമായിട്ട് കണ്ടിട്ട് വരുന്ന ആളാണ്. വയനാട്ടിൽ അവിടെ പിഞ്ചു കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നത്, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, അവർക്ക് പാല് കൊടുക്കുന്നത്. ഏത് ഇവിടെ ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകന്റെ കുഞ്ഞിന് അവന്റെ ഭാര്യ മുലയൂട്ടുമ്പോ എത്തി നോക്കി എടുത്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞു. എന്താ അവന്റെ പേര്? അഭിജിത്ത്. നീയും ഇതുപോലെ കുറെ കുടിച്ചിട്ടല്ലേ ഇന്നിപ്പോ ഈ സർവീസിൽ കയറിയിരിക്കുന്നത്. പിന്നെ ഇത് കാണാൻ നിനക്ക് ഇത്ര കൗതുകത്തിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഞാൻ വരുന്ന പ്രദേശം വയനാട് ഇതുപോലെ അമ്മമാർക്ക് മുലയൂട്ടാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്ന പോലീസുകാരുടെ അടുത്തുനിന്ന്, അന്തസ്സുള്ള പോലീസുകാരുടെ അടുത്തുനിന്നാണ് വന്നേക്കുന്നത്. എവിടെ അരുത്? എവിടെ? മുന്നോട്ട് കയറി. അഫ്സൽ എവിടെ? മുന്നോട്ട് കയറി. മുന്നോട്ട് ഇവിടെ അരുത് ഇവിടെ ഒട്ടിക്കും. അഫ്സൽ എവിടെ? അഫ്സൽ എവിടെ? അഫ്സലിക്ക് വന്നു. ഇവിടെ ഇവിടെ എന്താ സിയുടെ പേര് പറഞ്ഞെന്താ? അരുൺ ഷാ. അതാണ്ട് അഫ്സൽ നിൽക്കുന്നു, ആസിഫ് നിൽക്കുന്നു, വിശാഖ് നിൽക്കുന്നു, അരുണ് നിൽക്കുന്നു. ചുണയുണ്ടെങ്കിൽ ഇപ്പോഴും കയ്യിലല്ലാത്തയൊക്കെ ഉണ്ടല്ലോ. ചുണയുണ്ടെങ്കിൽ ആ ബാരിക്കേഡിന് പുറത്തോട്ട് വന്ന് ഇവരുടെ ശരീരത്തിലൊന്ന് തൊടാനുള്ള ധൈര്യമുള്ള ഒരുത്തൻ പുറത്തോട്ട്, ഒരുത്തം പുറത്തോട്ട്. രാത്രിയിൽ ആള് കുറവായിരുന്നപ്പോ വലിയ അഭ്യാസമായിരുന്നല്ലോ. അരുൺ ഷായോടാ പറയുന്നത്. അരുൺ ഷായാണ് കൂടുതൽ ഷോ കാണിക്കാനായിട്ട് ഇവിടേക്ക് ഇറങ്ങി വരണ്ട എന്ന് കൃത്യമായിട്ട് പറയുക. വീട്ടിൽ കയറിയിട്ട് കതക് ചവിട്ടി പൊളിച്ച് അകത്ത് കയറുക. അന്ത കടക്കല് വീട്ടിൽ, കടക്കല അരുൺ ഷായുടെ വീട് ഞങ്ങൾക്കറിയില്ല എന്നുണ്ട്. രാത്രിയൊന്നും വേണ്ട, കടക്കല അരുൺ ഷായുടെ വീട്ടിൽ പട്ടാപ്പകല് പോയി ചവിട്ടി തുറക്കാൻ പറ്റാത്ത ആളുകളാണ് ഞങ്ങൾ. അത് ഞങ്ങൾക്ക് യൂണിഫോമിന്റെ ബലം വേണം. അതൊന്നും വേണ്ട. ഞാൻ പറഞ്ഞത് പോലീസുകാരുമായി ഏറ്റുമുട്ടുന്ന ഒരു വിഷയത്തിലാണ് ഇവിടെ വളരെ സമാധാനപൂർവ്വമായ ഒരു സമരം നടത്തിയത്. പിന്നെന്താ ഇത്ര സൂക്കിയത്? അതുകൊണ്ട് ആ ഏർപ്പാട് അരുൺ ഷായോട് പറയുക, ഷോ ഒന്നും കാണിക്കണ്ട. കഴിഞ്ഞ ദിവസം അരുൺ ഷാ വലിയ വീരശൂര പരാക്രമിയായിരുന്നല്ലോ. എന്താ മിസ്റ്റർ അരുൺ ഷാ, നിങ്ങളുടെ സ്റ്റേഷനിലേക്കല്ലേ ഇന്ന് മാർച്ച് നടത്തിയത്? മിസ്റ്റർ അരുൺ ഷാ SHO ആയിരിക്കുന്ന സ്റ്റേഷനിലേക്ക് ഒരു മാർച്ച് നടത്തുമ്പോ ആ മാർച്ചിനെ തടയാനുള്ള ബാരിക്കേഡിന്റെ ഏറ്റവും മുന്നിൽ വന്നു നിൽക്കുന്ന ആള് മിസ്റ്റർ അരുൺ ഷാ അല്ലേ? എന്തിന്റെ വല്ലതും ചോർന്നു പോയതോ? എന്റെ സിനിമയിൽ പറയുന്ന പോലെ വല്ലതും ചോർന്ന തടയാനുള്ളതൊന്നും ഇട്ടിട്ടില്ലേ? എന്താ നിന്റെ പ്രശ്നം? ധൈര്യമുണ്ടെങ്കിൽ ബാരിക്കേഡിന്റെ മുന്നിൽ വന്ന് വന്നിട്ട് ഈ പട്ടാപ്പകൽ നമുക്ക് നോക്കാം. ഞങ്ങൾ ഈ നാടിന് വേണ്ടിയിട്ടാണ് സമരം ചെയ്തു. ജയിലിലാക്കി കളയുമെന്ന് ഭീഷണിപ്പെടുത്തി റിയാസിന്റെ വീട്ടിൽ കയറിയിട്ട് പറഞ്ഞതെന്താ? റിയാസിനെ കിട്ടിയാലും കൊന്നുകളയും അല്ലേ? റിയാസിനെ കിട്ടിയാലും കൊന്നുകളയുമെന്നല്ലേ പറഞ്ഞത്? റിയാസ് എന്താ ഈ നാട്ടിൽ ഏതെങ്കിലും കൊലപാതക കേസിലെ പ്രതിയാണ്? ഈ നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഒരു നാട്ടിൽ മണ്ണിന്റെ എംബാങ്ക്മെന്റിന് പകരം പില്ലർ എലിവേറ്റഡ് ഹൈവേ വേണമെന്ന് പറഞ്ഞ് സമരം ചെയ്തൊരു ചെറുപ്പക്കാരനെ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ എന്തോ ചെയ്യുമെന്നായി പറഞ്ഞു വരുന്നത്. എന്നാ വെല്ലുവിളിക്കുക, റിയാസിനെ ഞങ്ങൾ ഇങ്ങോട്ട് മുന്നിൽ നിർത്തിത്തരാം, നിങ്ങളൊക്കെ ചെയ്യാവുന്ന അങ്ങോട്ടൊക്കെ ചെയ്യാൻ നോക്കും. രോമത്തിൽ തൊടാൻ ഉള്ള ധൈര്യം നിങ്ങളുടെ ഒന്നും ഷീൽഡിനും നിങ്ങളുടെ ഒന്നും യൂണിഫോമിനും നെയിം ബോർഡ് ഇല്ലാത്ത ഷർട്ടിനും ലാത്തയ്ക്കും ഒന്നും ഇല്ല എന്ന് കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുക. പിന്നെ വനിതാ പോലീസ്, ഞാനിപ്പോ ഒന്ന് പറയും. ഞാൻ ആ പറഞ്ഞ അരുത് ഇവിടെ നിൽക്കുക. ഞാൻ ആ വീഡിയോ കണ്ടു. ആർക്കാ തൊടേണ്ടത് വന്ന് തൊട്ടിട്ട് പോകും. ആ മറ്റേ ആ കാർഡ് ഇവിടെ, ഇതില് കയ്യിലുള്ളവരെല്ലാം പൈസ ഇടണം ഇതിനകത്ത്. ആ അരുൺ ഷാ എന്ന് പറയുന്നവൻ നമ്മുടെ സഹപ്രവർത്തകന്റെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചുകൊണ്ടുപോയി. അത് അവൻ കൊണ്ടുപോയി ഉപയോഗിക്കുന്നു. അതിൽ റീചാർജ് ചെയ്യാനുള്ള 200 രൂപ ഞാൻ പ്രസംഗം കഴിയുന്നതിന് മുന്നേ അവന് ഇതിനകത്തിട്ട് കൊടുക്കണം. എല്ലാവരും കൂടെ പൈസ ഇട്ടാണ്.
200 രൂപ. ആ ഫോൺ മോഷ്ടിച്ചുകൊണ്ട് പോയ നിനക്ക് നിന്റെ ഫോൺ കെ പി സെക്രട്ടറിന്റെ പൈസ ഇട്ടിട്ടുണ്ട്. ഇത് അവന്റെ കൊടുത്തരും, ഇത് അവന്റെ കൊടുത്തരും. അവന് റീചാർജ് ചെയ്യാനുള്ള പൈസ അങ്ങോട്ടൊക്കെ വെച്ചേരാം. ഇത് നീ കൊണ്ടുപോയി റീചാർജ് ചെയ്ത് നിനക്ക് വിളിക്കാനുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചിട്ട് പറയണം 1.5 കൊല്ലത്തിന് ചെയ്യാൻ പറ്റുന്ന സംരക്ഷണം മൊത്തം തന്നേക്കണം. അത് കഴിയുമ്പോ ഇതിനേക്കാൾ വലിയ വീരശൂര പരാക്രമി ഉണ്ടായിരുന്നു ഈ പ്രവീണിനെ അടിച്ചവൻ. എല്ലാ ദിവസവും വിളിച്ചുകൊണ്ടിരിക്കുക കോംപ്രമൈസ് ചെയ്യാന്ന് പറഞ്ഞു. എന്നെ തന്നെ 4-5 ദിവസവും വിളിച്ചിട്ടുണ്ട്. അന്ന് ഇതുപോലെ ആൾക്കൂട്ടം കണ്ടു കഴിഞ്ഞപ്പോ പ്രവീണിനെ കണ്ടപ്പോ കൈകാര്യം ചെയ്ത് വിട്ടതാ. പ്രവീൺ ഇപ്പോഴും പൊതുപ്രവർത്തനവുമായിട്ട് ഇവിടെ നിൽക്കുക. അന്ന് ഞാൻ അവിടെ SP ഓഫീസ് മാർച്ചിൽ അന്ന് വായിച്ചൊരു പട്ടികയും, അപ്പൊ നിങ്ങൾ വിചാരിക്കുക ആ പട്ടിക വായിച്ചിട്ട് ഞാനങ്ങ് പോയെന്ന്. ആ പട്ടിക സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എന്ന നിലയിൽ എന്റെ മനസ്സിലാണ് ഞാൻ കുറിച്ചിട്ടിരിക്കുന്നത്. അതിലൊരുത്തണം കണക്ക് പറയാതെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ആ പട്ടികയിലേക്ക് ഇപ്പോ